നമസ്കാരം. മലയാളികളുടെ പ്രിയ നായകനാണ് ജയറാം. ഒരു കാലത്ത് തുടർച്ചയായി ഹിറ്റുകൾ നേടിയ നടൻ കൂടിയാണ്. ഇപ്പോൾ മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും താരം അഭിനയിക്കാറുണ്ട്. വിജയ് നായകനായി ഗോട്ട് എന്ന ചിത്രം സിനിമയിൽ വളരെ പ്രാധാന്യമുള്ള റോൾ ജയറാം ചെയ്തിരുന്നു. മലയാളത്തിൽ ജയറാമിന്റേതായി അവസാനം ഇറങ്ങിയ വമ്പൻ ഹിറ്റായ സിനിമയായിരുന്നു എബ്രഹാം ഔസ്ലർ. എബ്രഹാം ഔസ്ലർ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ തന്നെയാണ് ജയറാം അവതരിപ്പിച്ചത്. ക്രൈം ത്രില്ലർ പടത്തിൽ മമ്മൂട്ടി കാമിയോ റോളിൽ എത്തിയിരുന്നു. ജയറാമിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി ഈ ചിത്രം മാറി. കുറെ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ജയറാമിന് കിട്ടിയ വമ്പൻ ഹിറ്റായിരുന്നു ഈ പടം. മാത്രമല്ല ഏറെ ജനപ്രിയം നേടിയ കുടുംബം കൂടിയാണ് ജയറാമിന്റേതും പാർവതിയുടെയും. ജയറാമിന്റെ കുടുംബത്തോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക വാത്സല്യമാണ്. ജയറാമിനും പാർവതിക്കും കൊടുത്ത സ്നേഹം മക്കൾ കാളിദാസിലേക്കും ചക്കയിലേക്കും എത്തി. അതുകൊണ്ട് തന്നെ കാളിദാസിനെയും മാളവികയുടെയും വിവാഹവും കേരളീയർ ഏറ്റെടുത്തതാണ്. കാളിദാസ് ഇപ്പോൾ തമിഴ് മലയാളം സിനിമകൾ മികച്ച നടൻ എന്ന നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കാളിദാസിന്റെ വിവാഹം. 3 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് തരണിയെ കാളിദാസ് ജയറാം വിവാഹം കഴിച്ചത്. സിനിമാ രംഗത്തെ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോഴിതാ അച്ഛനും മകനും ഒരു പരിപാടിയിൽ ഒന്നിച്ചെത്തി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് എന്നിവർക്കൊപ്പം തന്നെ ജയറാമും എന്നും കൂടി കണ്ടു പറഞ്ഞു ശീലിച്ചവരാണ് മലയാളികൾ. കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് അന്നും ഇന്നും ജയറാം. ഒരു കാലത്ത് ജയറാമിന്റെ ഫീൽ ഗുഡ് സിനിമകൾ തിയേറ്ററിൽ വലിയ ഓളം സൃഷ്ടിച്ചിരുന്നു. മിമിക്രിയിലൂടെ സിനിമയിലേക്ക് എത്തിയ താരം ഇപ്പോൾ തമിഴിലും തെലുങ്കിലുമാണ് സജീവം. മലയാളത്തിൽ വളരെ സെലക്റ്റീവായി മാത്രമാണ് അഭിനയിക്കുന്നത്. എബ്രഹാം ഓസ്ലറിന് ശേഷം മറ്റ് സിനിമകളൊന്നും ജയറാമിന്റേതായി പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല. സിനിമകൾ തുടരെ ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള മലയാളികളുടെ സ്നേഹത്തിന് തെല്ലും കുറവ് വന്നിട്ടില്ല. അച്ഛന്റെ വഴിയെ സിനിമയിലെത്തിയ കാളിദാസും തെന്നിന്ത്യയിൽ തിളക്കുള്ള താരമാണ്. ഇപ്പോഴത്തെ ഇരുവരും കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ഒരു ചടങ്ങിൽ നിന്നുള്ള വീഡിയോയാണ് വൈറലാകുന്നത്. വിദേശ പഠനത്തിന് സൗകര്യമൊരുക്കുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ സാൽവെ മരിയയുടെ ബ്രാൻഡ് അംബാസിഡർമാരായി ജയറാമിനെയും മകൻ കാളിദാസ് ജയറാമിനെയും കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു. കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. ചടങ്ങിൽ വെച്ച് തന്നെ ഇരുവരും കരാറിൽ ഒപ്പുവെച്ചു. ശേഷം രണ്ടുപേരും നടത്തിയ പ്രസംഗമാണ് സോഷ്യൽ മീഡിയ കീഴടക്കുന്നത്. കരാറിൽ ഒപ്പുവെച്ച ശേഷം കാളിദാസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഏറ്റവും വലിയ കോമഡി 2 പഠിത്തമില്ലാത്ത ആളുകളാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്നതാണ്. ഞാൻ +2 പാസ്സായി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് കാളിദാസ് പറഞ്ഞത്. മകന്റെ വാക്കുകൾ കേട്ട് ജയറാമും വേദിയിലും സദസ്സിലുമുള്ളവരുമെല്ലാം പൊട്ടിച്ചിരിച്ചു. പിന്നാലെ പ്രസംഗിക്കാൻ എത്തിയ ജയറാമും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള ഒരു അനുഭവം പങ്കുവച്ചു. കാളി പറഞ്ഞത് 2 വിദ്യാഭ്യാസമില്ലാത്തവരെയാണ് ഇവർ ബ്രാൻഡ് അംബാസിഡേഴ്സായി എടുത്തിരിക്കുന്നതെന്നാണ്. മലയാളത്തിന്റെ പ്രശസ്തമായ പത്രം എറണാകുളത്ത് വിദ്യാരംഭത്തിന്റെ അന്ന് വിദ്യ കുറിക്കാൻ വേണ്ടി 2-3 വർഷം എന്നെ വിളിക്കുമായിരുന്നു. പിന്നീട് എനിക്കൊപ്പം കുഞ്ഞുങ്ങളെ ഹരിശ്രീ എഴുതിക്കാൻ ഇരിക്കുന്നവരൊക്കെ കംപ്ലൈന്റ് ചെയ്തു. ഇനി മുതൽ ജയറാം വരികയാണെങ്കിൽ ഞങ്ങൾ വരില്ലെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് അവർ എന്നെ പിന്നെ അതിൽ നിന്നും ഒഴിവാക്കി. ആ 3 വർഷം ഞാൻ ആ പരിപാടിയുടെ ഭാഗമായപ്പോൾ എനിക്കൊപ്പം ഉള്ളവരെല്ലാം അങ്ങേറ്റം വിദ്യാഭ്യാസമുള്ളവരാണ്. IAS ഉള്ളവർ വരെയുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാനാണ് ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ആൾ. ഏകദേശം 1000 കുട്ടികളോളം അക്ഷരം കുറിക്കാൻ വരും. അതിൽ 800 കുട്ടികളും എന്റെ അടുത്ത് ഹരിശ്രീ കുറിക്കാൻ വരും. ബാക്കി 200 പേർ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകും. എന്റെ അടുത്ത് ക്യൂ നീളുമ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്ത് ആരുമില്ല. അവർ സ്വയം അരിയിൽ എഴുതിയും വരച്ചും ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്നെ ഒഴിവാക്കിയത്. എന്റെ അടുത്ത് വന്ന കുട്ടികളുടെ മാതാപിതാക്കളോട് ഞാൻ ചോദിക്കും, അപ്പുറത്ത് ഒരുപാട് നല്ല വിദ്യാഭ്യാസമുള്ളവർ ഇരിക്കുന്നുണ്ടല്ലോ, കുട്ടികൾ നന്നായി പഠിക്കണ്ടേ, അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാമായിരുന്നില്ലേ എന്ന് പറയും. അപ്പോൾ അവർ പറയും, ഞങ്ങളുടെ മോൻ ജയറാമായാൽ മതി, അത്രയും വിദ്യാഭ്യാസം ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ട, അതുകൊണ്ട് അവൻ ജയറാം ആകണേ എന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണേ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇത്രയും വിദ്യാഭ്യാസം മതി കണ്ണ എന്നാണ് ജയറാം പറഞ്ഞത്. അടുത്തിടെയായിരുന്നു കാളിദാസിന്റെ വിവാഹം. ഗുരുവായൂരിലായിരുന്നു താലികെട്ട് ചടങ്ങുകൾ. ശേഷം കുടുംബസമേതം ഫിൻലാൻഡ് യാത്ര നടത്തിയതിന്റെ ചിത്രങ്ങളും വീഡിയോയും താരകുടുംബം പങ്കുവച്ചിരുന്നു.